തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ. സ്നേഹമുള്ളവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ബൈബിൾ പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്നേഹത്തോടെ ഹൃദ്യതയോടെ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 5 എപ്പിസോഡുകളിലൂടെ ജോഷുവയുടെ പുസ്തകത്തെക്കുറിച്ചും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഭാഗത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ രാജ്യത്വത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളായിരുന്നു ഈ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾക്ക് ലഭ്യമായത്. ഇനി പുതിയ എപ്പിസോഡിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 3 ന്യായാധിപന്മാരെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. നമുക്കൊക്കെ അറിയാവുന്ന ജഫ്ത എന്ന് പറയുന്ന ന്യായാധിപൻ, 2 വളരെ ശക്തനും ധീരനും അതുപോലെ തന്നെ കണ്ടാലൊരു മിടുക്കനുമായ സാംസൺ എന്ന് പറയുന്ന ന്യായാധിപൻ, 3 പ്രവാചകനും അതുപോലെ തന്നെ പുരോഹിതനും അതേപോലെ തന്നെ ന്യായാധിപനുമായ അവസാനത്തെ ന്യായാധിപനായ ശമൂവേൽ. ഈ 3 പേരെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ജഫ്ത എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് 10-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലൂടെ മുതൽ 11-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനം വരെ നമുക്ക് നൽകുക. ജഫ്തായുടെ പ്രത്യേകതകൾ: അമ്മോന്യരുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനതയെ നയിക്കുകയും അതുപോലെ തന്നെ ഇസ്രായേൽ ജനതയ്ക്ക് വിജയം വരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ ജഫ്ത. ഇതിനിടയിൽ ചെറിയ ന്യായാധിപന്മാരെ അവതരിപ്പിക്കുന്നുണ്ട്. അത് നമുക്ക് ബൈബിൾ വായിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്നാൽ ഈ വലിയ ന്യായാധിപന്മാരെ മാത്രമേ നമ്മളുടെ പഠനത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. ജഫ്തായെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്ത വ്യക്തിയാണ്. ഇദ്ദേഹം എങ്ങനെയാണ് രാജാവായിട്ട് വാഴുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം എങ്ങനെയാണ് ന്യായാധിപനായിട്ട് കടന്നു വരിക? ന്യായാധിപന്മാരെക്കുറിച്ചുള്ള ആ ഫോർമുല തന്നെ 6-ാമത്തെ വാക്യത്തിൽ കാണാൻ പറ്റും. ഇസ്രായേൽ വീണ്ടും കർത്താവിന് മുമ്പിൽ തിന്മ ചെയ്തു. അവർ ബാൽദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കാരണം ധാരാളം ദേവന്മാരും ദേവതകളുമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. സിറിയായും അമ്മോന്യരുമായിട്ട് ദേവനായ കെമോഷ് എന്ന് പറയുന്ന ദേവൻ, മൊവാബിൻ്റെ ദേവനായ മൊളേക്ക് എന്ന് പറയുന്ന ദേവൻ, ഇങ്ങനെയുള്ള ഫിലിസ്ത്യ ദേവനായ ഡാഗൺ എന്ന് പറയുന്ന ദേവൻ, ഇങ്ങനെയുള്ള ദേവന്മാരെയൊക്കെ ആരാധിച്ചു, സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു. അവിടുത്തെ സേവിച്ചതുമില്ല. കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. മഹാർ, വിറ്റു എന്നാണ് പറയുന്നത്. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാനക്കരെ ഗിലെയാദുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലിനെ മുഴുവനും 18 വർഷം അവർ പീഡിപ്പിച്ചു. അങ്ങനെ ഇസ്രായേലിനുണ്ടായിരുന്ന വേദനകളെയും ദുഃഖങ്ങളെയും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അതിന് അവസാനം അവർ നിലവിളിച്ചപേക്ഷിച്ചു. അങ്ങനെയാണ് ഗിലെയാദുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിട്ട് അദ്ദേഹം രംഗപ്രവേശം ചെയ്തത്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഞങ്ങൾക്ക് നീ രാജാവാകാമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് രാജാവാകാം. രാജ്യത്വം സ്വയം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ജഫ്തായെ വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുക. രാജ്യത്വം സ്വയം ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തി. അതുവഴിയായി ജഫ്ത ഇസ്രായേൽ ജനതയെ
നയിക്കുകയും ഗിലെയാദ് ദേശക്കാരനായ ജെഫ്ത അമ്മോന്യർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നത്. ഇദ്ദേഹം അമ്മോന്യരുമായിട്ട് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട്. അത് വളരെ പ്രസക്തമാണ്. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ആദ്യം അമ്മോന്യരുടെ ആളുകളെയെല്ലാം, രാജാക്കന്മാരെല്ലാം വിളിച്ചുകൂട്ടി ഇദ്ദേഹം പറയും, ഇസ്രായേൽ ജനതയെ എന്തിനാണ് നിങ്ങൾ ഇത്രമാത്രം ക്രൂരമായി പീഡിപ്പിക്കുന്നത്? അമ്മോന്യർ തിരിച്ചു പറയുന്ന മറുപടി, ഇത് ഞങ്ങളുടെ ദേശമാണ്. എന്നാൽ ജെഫ്ത ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവനും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പ്രത്യേകിച്ച് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ ചരിത്രം 20 മുതലുള്ള അധ്യായങ്ങളിൽ 22 മുതലുള്ള അധ്യായങ്ങളുടെ ചരിത്രം അവതരിപ്പിക്കുകയാണ്. മോവാബ് ദേശത്ത് നിന്ന് ഇസ്രായേൽക്കാർ വാഗ്ദാന ദേശത്തേക്ക് പോകുമ്പോൾ 24-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ അധ്യായത്തിലാണ് മോവാബ് ദേശത്തേക്ക് വരുന്നത്. അതിനു മുമ്പായി ഇസ്രായേൽക്കാർ പോകുമ്പോഴേക്കും അമ്മോന്യരുടെ ദേശത്തൂടെ പോകുന്നു. അവർ പോകുന്ന വഴികളെക്കുറിച്ചും അവരെ എപ്രകാരമാണ് ഏദോം കടന്നു പോയതിനെക്കുറിച്ചുമൊക്കെയുള്ള, ഏദോമിൻ്റെ ബോർഡർ വഴിയായിട്ട് പോയതിനെക്കുറിച്ചുമുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ചരിത്രത്തെ മുഴുവനെയും അനാവരണം ചെയ്യുന്ന ഒരു രംഗമായിട്ടാണ് ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഒരു രംഗം, ജെഫ്ത ഇവരുമായിട്ട് യുദ്ധം ചെയ്തു. യുദ്ധം ചെയ്യുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു. അതാണ് 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. അദ്ദേഹത്തിൻ്റെ വലിയ പ്രതിജ്ഞ. ജെഫ്ത കർത്താവിനൊരു നേർച്ച നേർന്നു. 30-ാമത്തെ വാക്യം, അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിലിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും. ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും. വളരെയധികം ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വചനഭാഗമാണിത്. ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? അതിനകത്ത് പറയുന്നത് ഒരു പ്രതിജ്ഞയാണ്. ആ പ്രതിജ്ഞ ഇപ്രകാരമാണ്, അങ്ങ് അമ്മോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് തിരികെ വരുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കൽ ആരെങ്കിലും വന്നു നിന്നാൽ ആ വ്യക്തിയെ കർത്താവിൻ്റേതായിരിക്കും. എന്നിട്ട് പറയുന്നു, ഒരു ദഹന ബലിയായിട്ട് അർപ്പിക്കും. ഹീബ്രു ഭാഷയിലെ അതിൻ്റെ ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോഴത്തേക്കും, അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലേക്ക് പോകുമ്പോൾ അല്പം കൂടി കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറയുന്ന ഇതാണ്, ഞാൻ തിരിച്ചു വരുമ്പോൾ പടിവാതിൽക്കൽ കാവൽ നിൽക്കുന്ന ആരായാലും അവരെ ഞാൻ കർത്താവിന് സമർപ്പിക്കും, കോൺസക്രേറ്റ് ചെയ്യും. ആ കോൺസക്രേഷൻ്റെ അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ ഒരു അനുഭവമായിട്ട് ദാറ്റ് ഈസ് എന്നാണ് ഒരു ദഹനബലി ഞാൻ അവനർപ്പിക്കും. കോൺസക്രേഷന് കൊടുക്കുന്ന അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്ന ഒരു എക്സ്റ്റേണൽ എവിഡൻസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ദഹനബലിയായിട്ട് അവൻ്റെ മുമ്പിൽ അർപ്പിക്കുക. ആരെയാണെന്ന് പറയുന്നില്ല, ഒരു ദഹനബലി അർപ്പിക്കും. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇവിടെ മനസ്സിലാക്കുക. 1 കോൺസക്രേഷൻ, 2 ദഹനബലി. കോൺസക്രേറ്റ് ചെയ്യുന്ന ആളിനെ അല്ല ദഹനബലി അർപ്പിക്കുന്നത്, മറിച്ച് കോൺസക്രേഷൻ്റെ പകരമായിട്ട് ഒരു ദഹനബലി അർപ്പിക്കുന്ന രീതിയാണ് ജെഫ്തായുടെ ഈ ആക്ഷനിൽ നമുക്ക് കാണാൻ സാധിക്കുക. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായത്തിലും ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട്. അബ്രാഹം തൻ്റെ ഏകപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കാൻ വേണ്ടി മോറിയ മലയിലേക്ക് കൊണ്ടുപോകുന്നു. എന്തിനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ബലി കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് പറയുന്നത്? ആദ്യജാതനെല്ലാം ദൈവത്തിൻ്റേതാണ്, ആദ്യജാതന എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറപ്പാട് പുസ്തകത്തിലൊക്കെ ആദ്യജാതനെക്കുറിച്ച് പറയുമ്പോൾ പുസ്തകം പറയുന്നത്. അപ്പോൾ ആദ്യജാതനെ എനിക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസക്രേറ്റ് ടു മീ ദ ഫസ്റ്റ് ബോൺ, എല്ലാ ആദ്യജാതന്മാരെയും എനിക്ക് സമർപ്പിക്കണം. അതിന്
പകരമായിട്ട് സമർപ്പണം എന്ന് പറഞ്ഞാൽ ദഹനബലിയല്ല, അതിൻ്റെ ഒരു അനുഭവമായിട്ട് ഒരു ചെങ്ങാലിയോ ഒരാട്ടിൻകുട്ടിയോ ഒക്കെ ബലി കഴിക്കണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുക. അബ്രാഹം ഇസഹാക്കിന് ബലി കഴിച്ചു എന്ന് പറയുമ്പോൾ ഇസഹാക്ക് ആദ്യജാതനായ ഇസഹാക്കിനെ പിതാവിൻ്റെ മുമ്പിൽ ആദ്യജാതൻ്റെ അനുഭവത്തോടു കൂടി സമർപ്പിച്ചു. അതിന് പകരമായി ദഹനബലിയായിട്ട് ഒരു ആടിനെ സമർപ്പിച്ചു. ഇതേ രീതിയിൽ തന്നെയാണ് ജെഫ്തായുടെ ഈ അനുഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൻ്റെ അടുത്തേക്ക് അമ്മോന്യരെ തോൽപ്പിച്ചതിന് ശേഷം തൻ്റെ അടുത്തേക്ക് ഓടിയെത്തുന്ന ഭവനത്തിലേക്ക് ചെന്നപ്പോൾ തന്നെ സ്വീകരിക്കുന്ന മകളെ കാണുന്നു. മകളെ കോൺസക്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന, ദൈവത്തിന് സമർപ്പിക്കുകയും അതുവഴിയായി ദഹനബലി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാജാവിനെയാണ് അല്ലെങ്കിൽ ന്യായാധിപനെയാണ് ജെഫ്തായിലൂടെ കാണുക. ഈ ജെഫ്തായുടെ മകൾക്ക് പേരില്ല. ഫീലോ നൽകുന്ന ഒരു പേര്, ഫീലോ ഓഫ് അലക്സാണ്ട്രിയ, അദ്ദേഹം ഒരു സേല, ഫീലോ ഓഫ് അലക്സാണ്ട്രിയ നൽകുന്ന പേര് സേല എന്നാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ പലപ്പോഴും പല പേരുകൾ ചിലപ്പോൾ കൊടുക്കാറില്ല. അത് ചിലപ്പോൾ ഒരു വ്യക്തിയോ ഒരു സമൂഹത്തെയൊക്കെയാണ് സൂചിപ്പിക്കുക. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതൊരു വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആഖ്യാന രീതിയുടെ പ്രത്യേകതയാണ്. പുതിയ നിയമത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ധനവാന്റെയും ലാസറിൻ്റെ ഉപമ എടുത്തു നോക്കിയേ. ലാസറിന് പേരുണ്ട്, ധനവാന് പേരില്ല. ആ വ്യക്തി ആരായിരിക്കാം? എനി പേഴ്സൺ, ഏതെങ്കിലും ഒരു വ്യക്തിയാകാം, അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയാകാം. ഇതുപോലെ ഈ മകൾക്ക് ഒരു പേരില്ല. ഫീലോ ഓഫ് അലക്സാണ്ട്രിയ പിന്നീട് ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ, ഇതൊക്കെ എഴുതപ്പെടുന്ന നൂറ്റാണ്ടുകളിൽ ഇതൊക്കെ എഴുതപ്പെട്ടതിന് വർഷങ്ങൾക്ക് ശേഷം ഫീലോ ഓഫ് അലക്സാണ്ട്രിയ ഒരു ഇൻ്റർപ്രിട്ടേഷനിലൂടെ കൊടുത്തിരിക്കുന്ന പേരാണ് സേല എന്ന് പറയുന്ന പേര്. ഇത് ഇസ്രായേലിനെ പ്രതിനിധീകരിക്കുന്ന ഒരനുഭവമാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് കോൺസക്രേറ്റഡ് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ കോൺസക്രേഷനെ കുറിച്ചാണ് പറയുന്നത്. അമ്മോന്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുമ്പോൾ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ സമർപ്പിക്കുകയാണ്, ഇസ്രായേലിനെ കോൺസക്രേറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ അവതരിപ്പിക്കുന്നത്. വീണ്ടും ഈ വ്യക്തിയെക്കുറിച്ച് പല പരാമർശങ്ങൾ വളരെ മനോഹരമാണ്. ഈ മകൾ സേല എന്ന് വിളിക്കപ്പെടുന്ന ഈ മകൾ, ഇവൾ പുറത്തേക്ക് പോകുന്നു, തിരികെ അവിടുത്തെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് തിരികെ പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഇതെല്ലാം ഇസ്രായേലിൻ്റെ പ്രതീകമായിട്ടാണ് നിൽക്കുക. എന്നിട്ട് അവൾ അവളുടെ കന്യാത്വത്തെ പ്രഖ്യാപിക്കുന്നു, അവളുടെ പരിശുദ്ധിയെ പ്രഖ്യാപിക്കുന്നു. ഈ പരിശുദ്ധിയെ എല്ലാ ജനങ്ങളും ഓർക്കാനുള്ള ഒരു മാർഗമായിട്ട് ഇത് അവസാനിപ്പിക്കുന്നു. ഇതാണ് ജെഫ്തായുടെ വിവരണത്തിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഇസ്രായേലിനെ അമ്മോന്യരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ച ജെഫ്ത യഥാർത്ഥത്തിൽ വിശുദ്ധ ഗ്രന്ഥം അനുശാസിക്കുന്ന പോലെ ഇസ്രായേലിനെ ദൈവത്തിന് മുമ്പിൽ കോൺസക്രേറ്റ് ചെയ്ത്, ഇസ്രായേലിനെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് അതിനു വേണ്ടിയിട്ട് പരിഹാരമായിട്ട് ബലിയർപ്പിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ കാണുക. ഈ കോൺസക്രേറ്റ് ചെയ്യപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രതീകമാണ് സാംസൺ എന്ന് പറയുന്ന വ്യക്തിയുടെ ജനനത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഇതാണ് സാംസൺ എന്ന് പറയുന്ന അടുത്ത ഒരു വ്യക്തിയുടെ ജനനം നമ്മളെ ഓർമ്മിപ്പിക്കുക. എന്താണ് സാംസന്റെ ജനനത്തിൻ്റെ കഥ? 13-ാമത്തെ അധ്യായം മുതൽ 16-ാമത്തെ അധ്യായം വരെ കാണുന്ന ഭാഗമാണ് സാംസന്റെ ന്യായാധിപൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ റോള്. അദ്ദേഹം ഒരു വലിയ ജൈജാൻറ്റിക് ഫിഗറായിരുന്നു. സാംസനെ കുറിച്ചുള്ള ബൈബിൾ അമർ ചിത്രകഥയിലൊക്കെ നമ്മൾ ഈ സാംസനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. വളരെ അജയ്യനായ, വളരെ ആജാനുബാഹുവായ, ശക്തിമാനായ, നല്ല മസിലൊക്കെയുള്ള രണ്ട് തൂണിൽ പിടിച്ചിങ്ങനെ നിന്ന് ആ തൂണിനെയൊക്കെ തള്ളി താഴെയിടുന്ന, കെട്ടിടത്തെ മുഴുവൻ തള്ളി താഴെയിടുന്ന ശക്തനും ധീരനുമായൊരു പോരാളിയെപ്പോലെയാണ് സാംസനെ അവതരിപ്പിച്ചിരിക്കുന്നത്. സാംസന്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ കാണുന്നത്
സംഖ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന നാസീർ വ്രതത്തെക്കുറിച്ചാണ് മനസ്സിലാക്കുക. സാംസൺ നാസീർ വ്രതക്കാരനായിരുന്നു. മനോവ എന്ന് പറയുന്ന അപ്പൻ, ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാളുണ്ടായിരുന്നു. അവൻ്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവർക്ക് മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അതുകൊണ്ട് നീ സൂക്ഷിക്കണം, നീ നാസീർ വ്രതക്കാരനായിരിക്കണം, അതുപോലെ തന്നെ ജനിക്കുന്ന കുഞ്ഞും നാസീർ വ്രതക്കാരനായിരിക്കണം. ആരാണ് നാസീർ വ്രതം സ്വീകരിക്കുന്ന വ്യക്തി? യഥാർത്ഥത്തിൽ ഓരോ ഇസ്രായേൽക്കാരനും നാസീർ വ്രതം സ്വീകരിക്കുന്നവനായിരിക്കണം. കോൺസക്രേറ്റ് ചെയ്ത ഇസ്രായേലിന് കൊടുക്കുന്ന വേറൊരു പേരാണ് നാസീർ വ്രതക്കാരൻ. സമർപ്പിക്കുന്ന, ആദ്യജാതനെ സമർപ്പിക്കുന്നത് പോലെ സമർപ്പിക്കപ്പെടുന്ന, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ഓരോ ഇസ്രായേൽക്കാരനും കൊടുക്കുന്ന പേരാണ് നാസീർ വ്രതക്കാരൻ. അവൻ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. 1, തലമുടി മുറിക്കാൻ പാടില്ല. 2, വീഞ്ഞോ ലഹരി പാനീയങ്ങളോ കുടിക്കാൻ പാടില്ല. 3, ശവത്തേൽ തൊടാൻ പാടില്ല, മൃതശരീരത്തേലൊന്നും തൊടാൻ പാടില്ല. ഇങ്ങനെ പരിശുദ്ധമായൊരു ജീവിതം നയിക്കുന്ന വ്യക്തികളെ പ്രധാനമായിട്ടും നാസീർ വ്രതക്കാരൻ എന്നാണ് വിശേഷിപ്പിക്കുക. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നാസീർ വ്രതത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും അതാരൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ജെഫ്തായുടെ മകളുടെ കഥയും സാംസന്റെ ജനനവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കാം. ഞാൻ പറഞ്ഞതനുസരിച്ച് ജെഫ്തായുടെ മകൾ ഒരു കോൺസക്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രതീകമായിരുന്നു ജെഫ്തായുടെ മകൾ. കാരണം ഞാൻ പറഞ്ഞു, അമ്മോന്യരുടെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ജെഫ്ത രക്ഷിക്കുന്നതിലൂടെ ഈ ജനം ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ജനമായിട്ട് മാറി. ആ ജനത്തിൻ്റെ പ്രതീകമാണ്, അടുത്ത പ്രതീകമാണ് നാസീർ വ്രതക്കാരനായ സാംസൺ. അപ്പോൾ ഈ 2 പ്രതീകങ്ങളും ഒന്നിച്ച് വായിച്ചെങ്കിൽ മാത്രമേ ഈ വിശുദ്ധ എന്ന ഭാഗം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ഈ ജെഫ്തായുടെയും സാംസൻ്റെയും ഈ സംഭവങ്ങളെ അവതരിപ്പിക്കുമ്പോൾ മറ്റ് ഭാഗങ്ങളിൽ, മറ്റ് ന്യായാധിപന്മാരുടെ ജീവിത ശൈലിയിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവതരണ ശൈലിയാണ് ഇവിടെ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ വ്യാഖ്യാന ശൈലി. ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ കൊടുത്തെങ്കിൽ ഇവിടെ ജെഫ്തായുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെയും സാംസന്റെ ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തെയുമാണ് നമ്മൾ സൂചിപ്പിക്കുക. കറ ഇല്ലാത്ത പരിശുദ്ധമായ ഒരു ജീവിതത്തിൻ്റെ ഉടമയായ, പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമയായ ഇസ്രായേലിൻ്റെ പ്രതീകം, ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ഇസ്രായേലിൻ്റെ പ്രതീകത്തോടു കൂടിയാണ് ഈ സാംസന്റെ കഥ ആരംഭിക്കുക. ഇനി അടുത്ത രംഗത്തേക്ക് പോകാം. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവം വിളിച്ചു ചേർത്ത, വേർതിരിച്ച, സമർപ്പിക്കപ്പെട്ട, ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട ജനമാണ്. അത് പഴയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഉൽപ്പത്തി മുതൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകം മുതൽ ദൈവം തിരഞ്ഞെടുത്ത എൻ്റെ ജനം എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്ത ജനം, ജോഷുവയുടെ പുസ്തകത്തിൽ ആ ജനത്തെ കൊണ്ടുവന്ന് വാഗ്ദാന ദേശത്ത് കൊണ്ടുവന്ന് എത്തിച്ച ജനം, ഇത്രമാത്രം ഉയർന്ന സ്ഥാനത്തുള്ള ജനത്തിൻ്റെ പ്രതീകമായിട്ട് സാംസൺ നിൽക്കുകയാണ്. അപ്പോഴാണ് 14-ാമത്തെ അധ്യായത്തിലും 15-ാമത്തെ അധ്യായത്തിലുമൊക്കെ 2 സംഭവങ്ങൾ കടന്നു വരിക. സാംസന്റെ ദൗത്യം ഇസ്രായേലിനെതിരെ കടന്നു വരുന്ന ഫിലിസ്ത്യരുടെ ശക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അതിനായി അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. വാഗ്ദാന ദേശത്തിന് പുറത്തുള്ള തിമ്ന എന്ന് പറയുന്ന ദേശത്തേക്ക് പോവുക. തിമ്ന എന്ന് പറയുന്ന ദേശത്തേക്ക് ചെന്ന് തിമ്നയിലെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു.
മാതാപിതാക്കളോട് പറയുന്നു, എനിക്ക് അവളെ കെട്ടിച്ചു തരണം. നല്ല തടിയും മിടുക്കും ഒക്കെയുള്ള മനുഷ്യനായതുകൊണ്ട് വീട്ടിലാകപ്പാടെ ഒരു ഒറ്റപുത്രനാണ്. അതുകൊണ്ടുള്ള ദൂഷ്യം ഒക്കെ ഉണ്ട്. അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനും അമ്മയും വിറയ്ക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇവനെ കണ്ടു കഴിഞ്ഞാൽ നല്ല കോമളനും സുന്ദരനും നല്ല മാസിനും നല്ല തടിയും പൊക്കവും ഒക്കെ ഉള്ളവനായതുകൊണ്ട് ആര് കണ്ടാലും ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വമുള്ള വ്യക്തിയായതുകൊണ്ട് തിമ്നയിലെ സ്ത്രീ പോലും അവൾ ആകൃഷ്ടനായി. ഇവളെ കല്യാണം കഴിക്കണം. പക്ഷേ മാതാപിതാക്കൾ പറഞ്ഞു പറ്റില്ല. കാരണം ഇവൾ ആരാണ്? വിശുദ്ധ നാടിന് അല്ലെങ്കിൽ തങ്ങളുടെ ഗോത്രത്തിലും വംശത്തിലും പെട്ടവളല്ല. വിജാതീയ സ്ത്രീയെ കല്യാണം കഴിക്കാൻ ഒരു യഹൂദനും സാധ്യമല്ല. അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവൻ പോയി, അതായത് സാംസൺ പോയി അവളെ വിവാഹം കഴിച്ചു. ഇതൊരു പ്രതീകമാണ്. എന്താണ് ആ പ്രതീകം? പ്രതീകം ഇസ്രായേലിൻ്റെ പ്രതീകമാണ്. കാരണം പരിശുദ്ധനായ വിശുദ്ധിയിൽ നിലനിൽക്കുന്ന ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനം അശുദ്ധമാകാൻ പാടില്ല. വിജാതിയരോടുള്ള ബന്ധം മൂലം അശുദ്ധതയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ടും പെർവേർട്ടഡ് ഇസ്രായേലായിട്ട് മാറുന്നു. അസ്തിത്വം നഷ്ടപ്പെട്ട അശുദ്ധമായ ഇസ്രായേലിൻ്റെ പ്രതീകമായിട്ട് മാറുന്നു. പാപം ചെയ്യുന്ന ഇസ്രായേലിൻ്റെ പ്രതീകമായിട്ട് മാറുന്നു. ഓക്കെ. എന്നിട്ട് വീണ്ടും ഈ മനുഷ്യൻ പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക. പോകുന്ന വഴിയെ ഒരു സിംഹത്തിൻ്റെ തല കണ്ടു. സിംഹത്തിൻ്റെ ഡെഡ് ബോഡി കണ്ടു. ശവശരീരത്തിൽ അദ്ദേഹം നോക്കിയപ്പോഴത്തേനും തേനീച്ചകൾ തേൻ കൂട്ടി വെക്കുന്നു. ശവശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് തേനെടുത്ത് അതിനെ നുകരുന്ന സാംസനെ കാണുന്നു. അതോടുകൂടി അദ്ദേഹം വീണ്ടും പാപത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നാസിർ വ്രതം ലംഘിക്കുകയാണ്. എന്താണ് ലംഘിച്ചത്? ശവശരീരത്തെ സ്പർശിക്കരുത്. ഇനി വീണ്ടും ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഫിലിസ്ത്യരെ ആക്രമിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്കിലും ഈ സാംസൺ ഇപ്പോൾ പെർവേർട്ടഡ് ഇസ്രായേൽ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നാശത്തിലേക്ക് കൂമ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രതീകമായിട്ട് മാറുകയാണ്. വീണ്ടും അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഫിലിസ്ത്യരുടെ ആക്രമണം രൂക്ഷമാകുന്നു. ഈ അവസരത്തിലാണ് ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഇവൻ കാണുന്നത്. ദലീല എന്ന് പറയുന്ന ഫിലിസ്ത്യ സ്ത്രീയെ ഇവൻ കാണുന്നു. ഇവൻ അവളിൽ അനുരാഗമുളവാക്കുന്നു. അതുവഴിയായിട്ട് ദലീല എന്ന വാക്കിൻ്റെ അർത്ഥം ദ ലൈല ഓഫ് നൈറ്റ് എന്നാണ്. സാംസൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഷംഷോൺ എന്ന വാക്കിന്നാണ്. ഷംഷോൺ എന്ന് പറഞ്ഞാൽ ഷേമഷ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ സൂര്യൻ എന്നാണ്. സൂര്യനും ഇരുട്ടും അല്ലെങ്കിൽ സൂര്യനും പ്രകാശവും ഇരുട്ടും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഈ പ്രകാശവും ആയ ശംഷോണും ഇരുട്ടായിട്ട് മാറുന്ന ഈ മനുഷ്യനും അല്ലെങ്കിൽ ഈ ദലീലയും തമ്മിലുള്ള വിവാഹം കഴിക്കുന്നു. അതുവഴിയായിട്ട് ദലീല രഹസ്യങ്ങളെല്ലാം ചോർത്തിയെടുക്കുന്നു. അതിലൊരു രഹസ്യമാണ് വീഞ്ഞു കുടിച്ച് ഉന്മത്തനാക്കിയതിന് ശേഷം തലമുടി മുറിക്കുന്നതിലൂടെ നാസീർ വ്രതം മുഴുവനും നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇസ്രായേലിൻ്റെ അവസ്ഥയെ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക. എല്ലാ ആ സമർപ്പണത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും മാറ്റി, വിശുദ്ധിയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും മാറ്റി, ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധരായിട്ട് നിൽക്കേണ്ട ഇസ്രായേൽ ജനം ഓരോ നാളുകളിലും അധപ്പതിക്കുന്നതായ കാഴ്ചയാണ് സാംസന്റെ ജീവിതത്തിലൂടെ കാണുക. തിമ്ന എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിലൂടെ, നാസിർ വ്രതങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിലൂടെ, അതുപോലെ തന്നെ മൂന്നാമതായി ദലീല എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിക്കുന്നതിലൂടെ. ഈ അവസരത്തിൽ ഫിലിസ്ത്യരുടെ ആക്രമണം രൂക്ഷമാകുന്നു. അവസാനം ഫിലിസ്ത്യരുടെ കയ്യിൽ എല്ലാ ശക്തിയും ചോർന്നു പോയ ഫിലിസ്ത്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഈ ബന്ധനസ്ഥനായിരിക്കുന്ന ഈ സാംസൺ ഒരു നിലവിളി നടത്തുന്നുണ്ട് 16-ാമത്തെ അധ്യായത്തിൽ. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അത് ഇസ്രായേലിൻ്റെ മുഴുവൻ്റെയും നിലവിളിയായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞു,
ദൈവം ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ ക്രോധം മൂലം ഇസ്രായേൽ ജനത്തെ മറ്റു ദേശക്കാരുടെ കൈകളിൽ ഏൽപ്പിച്ചു. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈ ഇസ്രായേൽ ജനം നിലവിളിച്ചു. അതേ നിലവിളിയാണ് 16-ാമത്തെ അധ്യായത്തിൽ സാംസൺ നടത്തുന്നത്. ആ നിലവിളിക്ക് ഉത്തരം കർത്താവ് കൊടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അതിനെ ജീവിതത്തിലൂടെ സാംസൺ രക്ഷകനും അതുപോലെ തന്നെ ബലിയർപ്പകനുമായിട്ട് മാറുകയാണ്. ബലിവസ്തുവും ബലിയർപ്പകനുമായിട്ട് മാറുന്നു. ഇത് പുതിയ നിയമത്തിലെ മിശിഹായുടെ പ്രതീകമായിട്ട് സാംസൺ രൂപാന്തരപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ ഒരു കഥയാണെങ്കിൽ തന്നെയും ഈ കഥയ്ക്കുള്ളിൽ കഥയ്ക്കുള്ളിൽ ഈ ഒരു ദൈവശാസ്ത്രത്തെ അവതരിപ്പിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ബലിവസ്തുവും ബലിയർപ്പകനുമായിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ലോകത്തെ മുഴുവൻ കർത്താവ് രക്ഷിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് സാംസന്റെ ജനനത്തെക്കുറിച്ചും സാംസന്റെ ന്യായാധിപ ജീവിതത്തെക്കുറിച്ചുമൊക്കെയുള്ള അരുളപ്പാട് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുക. അതുകൊണ്ട് ഈ രണ്ട് ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാംസന്റെ പുസ്തകവും സാംസന്റെ ജീവിതവും ജെഫ്തായുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായിട്ട് ബന്ധമുണ്ട്. ജെഫ്ത ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീകമായിട്ട് ഇസ്രായേൽ ജനത്തെ മകളുടെ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ജെഫ്ത എന്ന് പറയുന്ന ജെഫ്തായുടെ മകൾ പീൽ ഓഫ് അലക്സാണ്ട്രിയ നൽകുന്ന പേര് സേല എന്നാണെങ്കിൽ ആ മകളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നതിലൂടെ ഇസ്രായേലിനെ സമർപ്പിക്കുന്ന ജെഫ്തായെ കാണുന്നു. അതായത് അമ്മോന്യരുടെ കൈകളിൽ നിന്ന് രക്ഷിച്ച് ദൈവമായ കർത്താവ് ഇസ്രായേലിനെ ഒരു കോൺസെക്രേറ്റഡ് ആയിട്ട് അവതരിപ്പിച്ചതിന് ശേഷം സാംസൺ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ആ കോൺസെക്രേഷൻ നാസീവ്രതത്തിലൂടെ കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ജനമായിട്ട് ഇസ്രായേലിനെ മാറ്റി. പക്ഷേ ഓരോ പാപങ്ങളിലൂടെയും അവൻ്റെ കോൺസെക്രേഷൻ, അവൻ്റെ സമർപ്പണം നഷ്ടപ്പെടുമ്പോൾ ആ സമർപ്പണത്തിലൂടെ കർത്താവ് അവനെ വീണ്ടും അഗാധങ്ങളിലേക്ക് ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അവിടെ കിടന്ന് നിലവിളിക്കുന്ന ഇസ്രായേലിൻ്റെ പ്രതീകത്തെ കാണുന്നു. ആ നിലവിളിക്ക് ഉത്തരമായി ഇതാ പുതിയ നിയമത്തിലൂടെ ഈശോ എന്ന് പറയുന്ന വ്യക്തി കടന്നു വരുന്നു. ബലിവസ്തുവും ബലി അർപ്പകനുമായിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവൻ രക്ഷിക്കാൻ ഈശോ കടന്നു വരുന്നുവെന്നുള്ള ഒരു വലിയൊരു ദൈവശാസ്ത്ര ചിന്തയാണ് ഈ സാംസന്റെ ജനനത്തിലൂടെ നമുക്ക് കിട്ടുക. സാംസന്റെ ജനനവും സാംസന്റെ മരണവുമൊക്കെ പുതിയ നിയമ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെടുത്തിയതിന് ശേഷം ഇനിയുള്ള വചനഭാഗം എന്ന് പറയുന്നത് 17 മുതൽ 21 വരെയുള്ള തിരുവചന അധ്യായങ്ങളാണ്. ഇത് സാധാരണയായി ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഉപസംഹാരം എന്നാണ് സാധാരണ വിശേഷിപ്പിക്കാറുള്ളതെങ്കിലും ഞാനതിനെ മറ്റൊരു രീതിയിലാണ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുക. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ ഉപസംഹാരത്തിനേക്കാട്ടിലുപരിയായി ഇസ്രായേലിൻ്റെ ഒരവസ്ഥയെ കാണിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുന്നത്? അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? സാംസന്റെ ജീവിതാനുഭവത്തിലൂടെ നാസീവ്രതത്തിൻ്റെ ലംഘനമൊക്കെ നടന്നതിന് ശേഷം വീണ്ടും പാപത്തിലേക്ക് പോകുന്ന ഇസ്രായേൽ ജനതയുടെ ജീവിതാവസ്ഥയ്ക്ക് കാരണം അവർക്ക് ഒരു ശരിയായിട്ടുള്ള നേതൃത്വം നഷ്ടപ്പെട്ടു പോയി. അതായത് അവർക്കൊരു രാജാവില്ല. ആ വലിയൊരു വേദനയാണ് ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായിട്ട് വിശുദ്ധ ഗ്രന്ഥം വരച്ച് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലെ ഏകദേശം 4 പ്രാവശ്യം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ രാജാക്കന്മാരില്ല, അതിനാൽ ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തുവെന്ന് തിരുവചനം പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാവുന്ന 17:6 തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു, ഓരോരുത്തരും യുക്തമെന്ന് തോന്നിയത് പ്രവർത്തിച്ചു പോന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ഹീബ്രു മൂലത്തിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുക: അന്ന് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു, ഓരോരുത്തരും തങ്ങളുടെ കണ്ണുകൾക്ക് ഇഷ്ടമായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നു. എനിക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ഓക്കെ,
വീണ്ടും 17-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. 18-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യത്തിലും അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു. 19-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലും ഇസ്രായേലിൽ രാജവാഴ്ച ഇല്ലായിരുന്നു. 21-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിലും 25-ാമത്തെ തിരുവചനത്തിലും അക്കാലത്ത് ഇസ്രായേലിൽ രാജവാഴ്ചയില്ലായിരുന്നു, ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തു പോന്നു. അപ്പം ഇങ്ങനെ ഉള്ള ഒരു വലിയൊരു ബന്ധം ഈ 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ കൂടുതൽ പാപങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നത്? അരാജകത്വം നിലനിന്നിരുന്ന കാലഘട്ടം. അതിൻ്റെ കാരണം രാജത്വം ഇല്ലായിരുന്നു. രാജത്വത്തിന് വേണ്ടിയിട്ടുള്ള മുറവിളി കൂട്ടാനുള്ള ഒരുക്കമാണ്, അല്ലെങ്കിൽ രാജത്വത്തിലേക്കുള്ള പ്രവേശനത്തിന് നാന്ദി കുറിക്കുന്ന ഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. അരാജകത്വം എങ്ങനെയൊക്കെയാണ് അറിയപ്പെട്ടിരിക്കുന്നത്? 17 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ അരാജകത്വത്തെ സൂചിപ്പിക്കുന്ന 2 പ്രധാനപ്പെട്ട അവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. 17ഉം 18ഉം അധ്യായങ്ങളിലും 19 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിലും. ഒന്നാമതായിട്ട് പറയുന്നത് 17 മുതൽ 17ഉം 18ഉം അധ്യായങ്ങളിലെ പറയുന്നത് ഇതാണ്. അരാജകത്വത്തിന് കാരണമായിട്ട് നിൽക്കുന്നത് മിക്ക എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ അമ്മ കൊടുത്ത കുറച്ച് സ്വർണം, അദ്ദേഹം അതുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹം ചെയ്തത് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഒരു കാളക്കുട്ടിയുടെ രൂപം ഉണ്ടാക്കി, ആ രൂപം സ്വർണം കൊണ്ട് രൂപം ഉണ്ടാക്കി അതിലേക്കൂടെ പോയ ലേവ്യരെ വിളിച്ചു അതിന് ധൂപാർപ്പണം നടത്തി. ഇതിന് കൂട്ടുനിന്ന ദാൻ ഗോത്രക്കാരും ഇവിടെ പ്രത്യേകമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇവിടെ നടക്കുന്നത് അന്യദേവന്മാരുടെ ആരാധന, വിഗ്രഹാരാധന. അതുപോലെ തന്നെ ലേവ്യരുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന ഒരു ജീവിത സാഹചര്യം. അതുകൊണ്ട് തന്നെയാണ് ഫിലിസ്ത്യരുടെ ദേശത്ത് താമസിച്ചിരുന്ന ദാൻ ഗോത്രക്കാർ, പ്രത്യേകിച്ച് മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിൽ താമസിച്ചിരുന്ന ജൂദ ഗോത്രത്തിൻ്റെ താഴെയായിട്ട് താമസിച്ചിരുന്ന, നിങ്ങൾ ഒരു മാപ്പ് കിട്ടുകയാണെങ്കിൽ കാണാൻ പറ്റും. ജൂദ ഗോത്രത്തിന് താഴെ താമസിച്ചിരുന്ന ദാൻ ഗോത്രക്കാർ ഇസ്രായേലിൻ്റെ അങ്ങേ അറ്റത്ത് ലെബനോണിൻ്റെ ബോർഡറിൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ബോർഡറിൻ്റെ ഭാഗത്ത് അവർ മാറ്റിപ്പാർപ്പിക്കാൻ ഇടയായതിൻ്റെ സാഹചര്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു 17-18 അധ്യായങ്ങൾ ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേലിൽ കാണുന്ന അരാജകത്വം അത് രാജാവില്ലാത്തതിൻ്റെ അരാജകത്വമാണ്. രാജാവുണ്ടെങ്കിൽ മാത്രമേ ഒരു രാജ്യം ശരിയായ രീതിയിൽ പോവുകയുള്ളൂ എന്നുള്ള സങ്കല്പമായിരുന്നു അന്നത്തുണ്ടായിരുന്നത്. ദൈവത്തെ രാജാവായി അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. മനുഷ്യ രാജ്യത്വം ഉണ്ടാകാൻ വേണ്ടി അവർ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള അരാജകത്വത്തിന് നടുവിൽ ഒരു കൾട്ട് അബറേഷൻ അല്ലെങ്കിൽ ദൈവാരാധനയ്ക്ക് വരുന്ന ഭംഗത്തെക്കുറിച്ചാണ് ഒന്നാമതായിട്ട് ഉണ്ടാകുന്ന അരാജകത്വം എന്ന് പറയുക. രണ്ടാമതായി ഒരു സിവിൽ വാർ നടക്കുകയാണ്. എന്താണ് സിവിൽ വാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക? ഗോത്രങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ ഒരു ഗോത്രത്തിനെതിരെ മറ്റു ഗോത്രങ്ങൾ അണിനിരക്കുന്ന ഒരു യുദ്ധത്തെയാണ് സിവിൽ വാർ എന്ന് വിശേഷിപ്പിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു ചെറിയൊരു സംഭവം അവതരിപ്പിക്കുകയാണ് 19-ാമത്തെ അധ്യായം മുതൽ. ഒരു ലേവായൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊപ്പം ഒരു യാത്ര തിരിഞ്ഞ് പോവുകയാണ്. യാത്ര തിരിഞ്ഞ് നടന്നു പോകുമ്പോൾ രാത്രിയായി. അദ്ദേഹം നോക്കിയപ്പോഴത്തേക്കിനും അങ്ങ് അകലെ ഒരു വലിയൊരു കുന്നിൻ്റെ മുകളിൽ ഒരു വെട്ടം കാണുന്നു. അദ്ദേഹം നേരെ ആ കുന്നിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്കിനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ജബുസേരുടെ നാട്. ഈ ലേവായന് വെച്ച കാല് പുറകോട്ട് മാറ്റി. എന്നിട്ട് പറഞ്ഞു, അയ്യോ ഇല്ല, കാരണം ജബുസേരുടെ നാട്ടിൽ അന്തി ഉറങ്ങാൻ ഒരു ലേവായനായ എനിക്ക് സാധിക്കില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അല്പം മുന്നോട്ട് പോയപ്പോഴേക്കും ഒരു ബോർഡ് കണ്ടു, ബെഞ്ചമിൻ്റെ ഗോത്രം. ആ മനുഷ്യ സന്തോഷമായി. കാരണം എന്നാ,
ഞാൻ ചെല്ലാൻ പോകുന്നത് ഈ ബെഞ്ചമിൻ്റെ ഗോത്രം എൻ്റെ തന്നെ വർഗത്തിൽപ്പെട്ടവൻ. ഓടിച്ചെന്ന് ആ ഗോത്രത്തിലേക്ക് കയറി വാതിൽ മുട്ടി. ഒരു ബെഞ്ചമിൻ ഗോത്രക്കാരൻ വാതിൽ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ഒരു ലേവായനും ഭാര്യയും വന്നിരിക്കുന്നു. സന്തോഷിച്ചു, പാവത്തേക്ക് പ്രവേശിപ്പിച്ചു. ഇതറിഞ്ഞ നാട്ടുകാരിൽ ബെഞ്ചമിൻ കുടുംബക്കാരായിട്ടുള്ള ആളുകൾ അവിടെ വന്ന ലേവായനെയും ഭാര്യയെയും നശിപ്പിക്കാൻ വേണ്ടി തീരുമാനമെടുത്തു. ഒന്നിച്ചുകൂടി ലേവായൻ്റെ ഭാര്യയെ, അതിഥിയായി വന്ന ഭാര്യയെ അവർ പിടിച്ചുകൊണ്ട് പോയി ബലാത്സംഗം ചെയ്തു. ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് നശിപ്പിച്ച് പ്രഭാതമായപ്പോഴത്തേക്കും ഈ വീടിൻ്റെ മുമ്പിൽ അവളുടെ മൃതശരീരം കൊണ്ടിട്ടു. ഇതിൽ അമർഷവും വേദനയും പൂണ്ട ഈ ലേവായൻ എന്ത് ചെയ്തെന്നറിയാവോ? 12 ചാക്കുകളെടുത്തു. 12 ചാക്കുകളിൽ ഈ മൃതദേഹം 12ആയിട്ട് വെട്ടിമുറിച്ച് ഓരോ ചാക്കിലുമായിട്ടിട്ടു. എന്നിട്ട് ഓരോ ഗോത്രത്തിലും കൊണ്ടുവന്ന് ഇട്ടു. രാവിലെ നോക്കുമ്പോഴത്തേക്കിനും ആളുകൾ, ഗോത്രക്കാർ നോക്കുമ്പോഴത്തേക്കിനും ഇതാ ഞങ്ങളുടെ ഗോത്രത്തിന് മുമ്പിൽ, ഞങ്ങളുടെ ഗോത്രത്തിൻ്റെ സിറ്റി ഗേറ്റിൻ്റെ അവിടെ ഒരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടം വന്നിരിക്കുന്നു. ആരാ ഇത് ചെയ്തത്? ഉടനെ അവിടെ നിന്ന് ആക്രോശമുണ്ടായി. ബെഞ്ചമിനാണ് ഇത് ചെയ്തത്. എല്ലാ ഗോത്രക്കാരും ബെഞ്ചമിനെതിരെ ശക്തമായിട്ട് പോരാടി. അങ്ങനെ അവസാനം ബെഞ്ചമിൻ അടിയറവ് പറയേണ്ടി വന്നു. അവർ പറഞ്ഞു, ഇനി ബെഞ്ചമിനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബെഞ്ചമിൻ ട്രൈബ് ഹാസ് ബിക്കം ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇനി ബെഞ്ചമിൻ്റെ പെൺമക്കളെ ഞങ്ങൾ കല്യാണം കഴിക്കത്തില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ ട്രൈബുകളിൽ നിന്ന് കിട്ടുകയില്ല. മറിച്ച് ഷീലോഹായിൽ നൃത്തമാടുന്ന പെണ്ണുങ്ങളെ നിങ്ങളുടെ ആൺമക്കൾക്ക് കല്യാണം കഴിക്കാമെന്നുള്ള വലിയ പ്രതിജ്ഞയോടുകൂടി മറ്റു ഗോത്രങ്ങളെല്ലാം തന്നെ ബെഞ്ചമിൻ ഗോത്രത്തെ ഒറ്റയ്ക്കാക്കിയിട്ട് തിരികെ പോരുന്നു. ഇതാണ് സംഭവം. ഇത് പ്രത്യക്ഷത്തിൽ നമുക്കൊരു സംഭവമായിട്ട് തോന്നാമെങ്കിലും ഇതിൻ്റെ പിന്നിൽ വലിയൊരു സംഭവമുണ്ട്, വലിയൊരു തിയോളജി അടങ്ങിയിട്ടുണ്ട്. ഒരു ഗോത്രത്തെ അപ്രത്യക്ഷമാക്കുക, ഒരു ഗോത്രത്തിൻ്റെ പ്രാധാന്യം എടുത്ത് കളയുക, അതാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ഗോത്രത്തിൻ്റെ പോലും പ്രാധാന്യം എടുത്ത് കളയുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. റൂബൻ്റെയും ഗാദിൻ്റെയും ഒക്കെ സംഭവങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 49-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും മറ്റു പുസ്തകങ്ങളിലൊന്നും തന്നെ മറ്റു ഗോത്രങ്ങൾക്ക് വന്നിരിക്കുന്ന ശാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇവിടെ ബെഞ്ചമിനെ മാത്രം എടുക്കാനുള്ള കാരണം എന്താണ്? ഇനി വരാൻ പോകുന്ന കാരണം ഇതാണ്. ഇനി വരാൻ പോകുന്ന ഏത് പുസ്തകമാണ്? ശമൂവേലിൻ്റെ പുസ്തകമാണ്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്ന വ്യക്തി സാവൂൾ രാജാവാണ്. സാവൂൾ ബെഞ്ചമിൻ ഗോത്രക്കാരനാണ്. ബെഞ്ചമിൻ ഗോത്രക്കാരനായ സാവൂളിനെ അധിക നാൾ രാജാവായിട്ട് വാഴിക്കാൻ അനുവദിച്ചില്ല. അതിൻ്റെ ഉത്തരം കാരണം എന്നാണ്? അതിൻ്റെ ഉത്തരം ഈ ഒരു വലിയ കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. ബെഞ്ചമിൻ ഗോത്രം പ്രാധാന്യമില്ലാത്ത ഗോത്രമായിട്ട് മാറി. അതിനാലാണ് ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് ഒരു വിധത്തിലുള്ള രാജത്വ സ്ഥാനം കൊടുക്കാൻ പാടില്ല എന്നുള്ള അലിഖിതമായ നിയമം കടന്നു വരികയും അതുവഴിയായിട്ട് ഈ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് സാവൂൾ രാജാവിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പുസ്തക ഭാഗം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. കാരണം അല്പം കൂടെ പ്രധാനപ്പെട്ടതാണ് ഈ 2 കാര്യങ്ങൾ. ഈ 2 കാര്യങ്ങൾക്കും കൾട്ട് അബറേഷൻ അല്ലെങ്കിൽ ദൈവാരാധനയിൽ വന്ന ഒരു വലിയ കുറവ്, അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം സിവിൽ വാർ, ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന യുദ്ധങ്ങൾ, ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ അരാജകത്വത്തെ സൂചിപ്പിക്കുന്നു. രാജാവില്ലാത്ത അരാജകത്വം. അതുമാത്രമല്ല, ഇനി വരാൻ പോകുന്ന രാജാവ് ഏത് ഗോത്രത്തിൽ നിന്ന് വരണമെന്ന് നിശ്ചയിക്കുന്നത് ഇവിടെയാണ്. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് വരാൻ പാടില്ല. കാരണം ബെഞ്ചമിൻ ഗോത്രം ഇൻസിഗ്നിഫിക്കൻ്റ്, അപ്രാധാന്യമുള്ള ഒരു ഗോത്രമായിട്ട് മാറി. അതിനാൽ ഇനി വരാൻ പോകുന്ന രാജാവ് ജൂദാ ഗോത്രത്തിൽ തന്നെ ആയിരിക്കണമെന്ന് വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമതായി, അതോടെ പറഞ്ഞിട്ട് ഈ സെഷൻ അവസാനിപ്പിക്കാം. രണ്ടാമതായി, ഈ പുസ്തകം, ഈ ഭാഗങ്ങൾ, ഈ 2 വലിയ അരാജകത്വത്തിൻ്റെ നിമിഷങ്ങൾ സാമുവേൽ പ്രവാചകൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ്റെയും
അല്ലെങ്കിൽ സാമൂവേലാകുന്ന ന്യായാധിപൻ്റെയും ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുകയാണ്. സാമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗങ്ങൾ. സാമൂവേൽ രംഗപ്രവേശം ചെയ്യാനുള്ള ഇടയായിട്ടുള്ള കാര്യങ്ങൾ, ഇസ്രായേലിൻ്റെ പാപം, അതുവഴിയായി ദൈവം ആ പാപം ആ ജനത്തിൻ്റെ രോദനം കേൾക്കുകയും ദൈവമായ കർത്താവ് ഒരു ന്യായാധിപനെ നൽകി ആ ന്യായാധിപനായ സാമൂവേലിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിട്ട് ഈ വചനഭാഗത്ത് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. അതോടുകൂടി നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം അവസാനിപ്പിക്കാം. ഇനി വരാൻ പോകുന്ന പുസ്തകം സാമൂവേലിൻ്റെ പുസ്തകമാണ്. അതിൻ്റെ ഇടയ്ക്കൊരു പുസ്തകമുണ്ട്, റൂത്തിൻ്റെ പുസ്തകം. അതിനെക്കുറിച്ച് പിന്നെ നമുക്ക് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അതുകൊണ്ട് സാമൂവേലിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം പുസ്തകത്തെക്കുറിച്ച് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അടുത്ത എപ്പിസോഡിലേക്ക്.